പിന്നെ കഴിഞ്ഞ മാസം 28-ാം തീയതി മേഘയുടെ ഫാദർ മരണപ്പെട്ടു. വയ്യാണ്ട് കിടക്കുകയായിരുന്നു. ഈ വയ്യാണ്ട് കിടക്കുകയായിരുന്നു എന്നുള്ള സംഭവം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് വരുത്തി വെച്ച വിനെ എന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഭയങ്കര സ്നേഹവും കാര്യമൊക്കെ ആയിരുന്നു. നമ്മുടെ കല്യാണത്തിന് പോലും ഇവളുടെ അച്ഛനെ കൊണ്ടുവന്നിട്ടില്ല. ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് ഈ കോമഡി കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഒരു ചാനൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി. ഈ ചാനലിലെ മേഘയുടെ അച്ഛൻ ഈ അടുത്താണ് മരിച്ചത്. അങ്ങനെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് മേഘയും ഭർത്താവ് സന്ദീപും ചെയ്തൊരു വീഡിയോ ആണിത്. സോഷ്യൽ റെലവന്റ് ആയതും നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. മേഘയുടെ അച്ഛൻ ഒരു കടുത്ത മദ്യപാനിയായിരുന്നു. കുടിച്ചു വന്നു കഴിഞ്ഞാണെങ്കിൽ ആൾ ഭയങ്കര അലമ്പായിരുന്നു. എന്നാൽ കുടിക്കാത്ത സമയത്തോ ഭയങ്കര സ്നേഹമായിരിക്കും. അച്ഛൻ കൂടി നിർത്താൻ വേണ്ടി മേഘയും അമ്മയും എല്ലാവരും ഒരുപാട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. മേഘയുടെ കല്യാണത്തിന് പോലും അച്ഛൻ പങ്കെടുത്തിരുന്നില്ല. ഒരുപാട് ശ്രമിച്ചിട്ട് നിർത്താൻ കഴിയാത്ത ഒരു നിത്യ മദ്യപാനിയായി അയാൾ ജീവിച്ചു. ഒടുവിൽ ആ മദ്യം തന്നെ അദ്ദേഹത്തിന് ജീവനും എടുത്തു. ലിവർ സിറോസിസ് ബാധിച്ചു. ഒരുപാട് കാലം ചികിത്സയൊക്കെ ചെയ്തു. ഒടുവിൽ കിഡ്നിയും ലിവറും അടക്കം ശരീരത്തിലെ ഒരുപാട് അവയവങ്ങൾ പ്രവർത്തനരഹിതമായാണ് മേഘയുടെ അച്ഛൻ മരിച്ചത്. ലിവർ സിറോസിസ് കണ്ടുപിടിച്ചിട്ട് പോലും ഇദ്ദേഹം മദ്യപാനം നിർത്താൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. അത്രയും അഡിക്റ്റ് ആയിരുന്നു ആള്. എന്തായാലും അച്ഛന്റെ മദ്യപാനം മൂലം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും മദ്യപിക്കാത്ത സമയത്തുള്ള അച്ഛന്റെ സ്നേഹത്തെ കുറിച്ചുമെല്ലാം മേഘയും സന്ദീപും സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിൽ ചില ഭാഗങ്ങളൊന്നും നോക്കാം. കഴിഞ്ഞ മാസം 28-ാം തീയതി മേഘയുടെ ഫാദർ മരണപ്പെട്ടു. വയ്യാണ്ട് കിടക്കുകയായിരുന്നു. ഈ വയ്യാണ്ട് കിടക്കുകയായിരുന്നു എന്നുള്ള സംഭവം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് വരുത്തി വെച്ച വിനെ എന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും വലിയ വിഷമമായ സംഭവം എന്ന് പറഞ്ഞാൽ മേഘയുടെ ഈ ഒരു സാഹചര്യത്തിൽ മേഘയുടെ ഫാദർ മരണപ്പെട്ടു എന്നുള്ള സംഭവമാണ്. കാരണം ഇവിടെ ഒരുപാട് ഭയങ്കരമായിട്ട് വിഷമിച്ചു. പിന്നെ 2-3 ദിവസം ഡൗണും കാര്യങ്ങളായിരുന്നു. അവിടെ 2-3 ദിവസം ഞാൻ ഒരു 3-4 ദിവസം മാത്രമേ വീട്ടിൽ നിർത്തിയിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നേരെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. കാരണം അവിടെ നിന്ന് എപ്പോഴും വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് അപ്പോ ബാക്കി മേഘ പറയും. ശരിക്കും പറഞ്ഞ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം അടിക്കുമായിരുന്നു. അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഭയങ്കര കാര്യ സ്നേഹമൊക്കെയാണ്. അപ്പം നമ്മൾ നോർമലി അടിക്കുന്ന പോലെ അല്ല, അതായത് കണ്ടിന്യൂസ് ആയിരിക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ അങ്ങനെ ആയിരിക്കും. അപ്പൊ ഏകദേശം ഒരു മാസം 2 മാസമൊക്കെ നീണ്ടുപോകും. അവസാനം കുടിച്ച് നമുക്ക് വയ്യാണ്ടാവുമല്ലോ, അപ്പൊ പപ്പ നിർത്തിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്റെ അമ്മ നേഴ്സാണ്. അപ്പം അമ്മ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെയും ശരിയായി വരും. കുറച്ച് നാൾ കുടിക്കൂല, പിന്നെയും കുടിക്കും. അങ്ങനെയാണ്. അപ്പൊ നമ്മളിത് നേരത്തെ പറയാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഇപ്പം പപ്പ ഏതായാലും നമ്മളെ വീഡിയോസ് ഒക്കെ കാണും. അപ്പം പപ്പ എന്ന് വെച്ചാൽ കുടിക്കും, നന്നായിട്ട് സ്നേഹത്തോടിരിക്കും, സ്നേഹത്തോടിരിക്കും, അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ പപ്പ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ പപ്പനെ കുറിച്ചൊരു നെഗറ്റീവായിട്ട് ഇങ്ങനെ പറയുമ്പം പപ്പ കുടിക്കും എന്നൊക്കെ പറയും, പപ്പയ്ക്ക് അതൊരു വിഷമാവും. അപ്പം പപ്പ പിന്നെ അത് കാണുമല്ലോ വീഡിയോസ്, അപ്പൊ ഒരു വിഷമാവും. പിന്നെ എനിക്കും പറയണമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഡി അഡിക്ഷൻ സെന്ററിലും കാര്യങ്ങളിലായിരുന്നു ഒരുപാട് വട്ടം. അപ്പൊ അറിയാലോ, അത് അവിടുത്തെ ടാബ്ലറ്റും കാര്യങ്ങളും കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അടിക്കുമ്പോൾ ഉണ്ടാവുന്ന പലതരം പ്രശ്നം ഇവളുടെ ഫാമിലി ലൈഫിൽ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവളുടെ എനിക്ക് തോന്നുന്നു നല്ല പ്രായം തൊട്ട് ഇവര് സമാധാനം എന്നൊരു സാധനം കണ്ടിട്ടില്ല. അതാണ് വേറൊരു കാര്യം. വീട്ടിൽ നിത്യ മദ്യപാനായിട്ടുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുടുംബം തകരാൻ വേറെ അങ്ങോട്ടും പോകണ്ടല്ലോ. ഒരുപാട് പേർക്ക് മേഘയുടെ അനുഭവം റിലേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിത്യ മദ്യപാനിയായിട്ടുള്ള ഭർത്താവോ സഹോദരനോ അച്ഛനോ എല്ലാം കാരണം ജീവിതം ദുരിതത്തിലായ ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മേഘയുടെ അനുഭവങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇന്നൊരു പക്ഷേ മദ്യമൊന്നും അത്ര ലഹരിയായിട്ട് ആർക്കും തോന്നുന്നുണ്ടാവില്ല. കാരണം കൊച്ചു കുട്ടികൾ വരെ മദ്യത്തെക്കാൾ വലിയ ലഹരി ഉപയോഗിക്കുന്നത് നമ്മൾ നിത്യേന വാർത്തകളിലൂടെ കാണുന്നുണ്ട്. ഈ MDMA ഒക്കെ കളിക്കുന്ന കാലത്ത് 2 പെഗ് അടിച്ചാൽ എന്താണ് കുഴപ്പം? നമ്മൾ സിന്തറ്റിക് ഡ്രഗ് ഒന്നല്ല ഉപയോഗിക്കുന്നത്. സർക്കാർ ഇറക്കിയ സാധനമല്ലടാ, നീ ഒഴിയാടാ എന്നും പറഞ്ഞ് മദ്യപാനത്തെ നോർമലൈസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. മദ്യമൊന്നും വലിയ ലഹരി അല്ലാന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ വലിയ ആപത്താണ്. ഞാൻ ഒരിക്കലും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കില്ല. ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ല, ഇനി ഒരിക്കലും മദ്യപിക്കുകയുമില്ല. പക്ഷെ മദ്യപാനം എന്തോ വലിയ തെറ്റാണ്, മദ്യപിക്കുന്നവരൊക്കെ എന്തോ വലിയ മോശക്കാരാണെന്നൊന്നും ഞാൻ പറയില്ല. മദ്യപിക്കുന്ന കൂട്ടുകാർ എനിക്കുമുണ്ട്. മദ്യപിച്ച ഒരു കുഴപ്പവുമില്ലാതെ ഡീസന്റ് ആയി ബിഹേവ് ചെയ്യുന്ന എത്രയോ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അമിതമായി മദ്യപിക്കാതെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ മദ്യം എല്ലാവരെയും എഫക്ട് ചെയ്യുന്നത് ഒരുപോലെ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ കണ്ടിട്ട് അവൻ കള്ളു കുടിച്ചിട്ടും നല്ല ഡീസന്റ് ആയി നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അയാൾ എത്ര കാലമായി കള്ളുകൂടി തുടങ്ങിയിട്ട് അയാൾക്ക് ഇന്നേ വരെ ഒരു അസുഖം വരുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് മദ്യപാനം തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ പണി വാളും. മറ്റൊരാൾ എഫക്ട് ചെയ്യുന്ന പോലെ ആവില്ല മദ്യം നിങ്ങൾ എഫക്ട് ചെയ്യാൻ പോകുന്നത്. മേഘയുടെ അച്ഛന്റെ കാര്യം തന്നെ എടുത്തു നോക്കി. ഒരുപാട് തവണ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് പോലും അദ്ദേഹത്തിന് മദ്യപാനം നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയാണ് നോക്കാം. അപ്പം ഞാൻ പറയുന്നത് മേഘയുടെ അമ്മയുടെ സ്ഥാനത്ത് വേറെ ഏതൊരു സ്ത്രീ ആയിരുന്നാലും ഒരിക്കലും ഇപ്പം മേഘയുടെ ഫാദറിനെ ട്രീറ്റ് ചെയ്ത പോലെ ആരും നോക്കത്തില്ല. അതിൽ ആന്റിയെ സമ്മതിച്ചിടണം. കാരണം ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ച് പോയിട്ടുണ്ട്, ഈ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ എന്തെങ്കിലും ഞാൻ ചെയ്തേനെ എന്നുള്ള സംഭവം. കാരണം അത്രയ്ക്ക് നമ്മൾ ഈ വാക്കുകൊണ്ട് പറഞ്ഞാൽ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം അത്രയ്ക്കും ഒരു പ്രശ്നമാണ്. കാരണം ഈ മദ്യപാനമൊക്കെ നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ് ആവശ്യത്തിന്. ഇതൊക്കെ അമിതമായി നമ്മളെ കൈവിട്ട് പോയി
ഒരു വീടിന്റെ സമാധാനം ഫുള്ള് കളയുക. ഇവിടെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു സർജറി കഴിഞ്ഞതാണ്. എന്തിന്റെ ആയിരുന്നു അത്? അനൂറിസം വന്നിട്ട് ഒരു സർജറി കഴിഞ്ഞു, വെയിൻ പൊട്ടിയിട്ട് ഒരു സർജറി കഴിഞ്ഞു. അപ്പം അമ്മയ്ക്ക് ഇത്ര മണിക്കൂർ ഉറങ്ങണം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ സ്ഥാനത്തിൽ അറിയാലോ, കുടിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റൂല. അത് കൊച്ചിലോട്ട് നമുക്ക് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത്ര എന്നിട്ട് ആന്റി ഇത്രയും എല്ലാ പ്രശ്നം ഓരോ അസുഖങ്ങൾ വരും. അതെ, ഒരു മുഴു കുടിയന്റെ ഭാര്യയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. രാത്രിയിൽ മദ്യപിച്ച് വന്ന് വാള് വെച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് കിടക്കുന്ന ഭർത്താവിനൊന്ന് സങ്കല്പിച്ചു നോക്കി. മദ്യപിച്ച് വന്ന് നിങ്ങളെ വഴക്ക് പറയുകയും അടിക്കുകയും വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്തെറിയുകയും ചെയ്യുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ ആരാണ് ആഗ്രഹിക്കുക? ഇവിടെ മേഘയുടെ അച്ഛന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മദ്യപിക്കാത്ത സമയത്ത് ഇദ്ദേഹം എക്സ്ട്രാ ഡീസന്റ് ആണ്, നല്ല സ്നേഹമാണ്, വെറും സ്നേഹമല്ല. എല്ലാവരോടും അമിതമായ സ്നേഹം കാണിക്കുമെന്നാണ് മേഘ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ മദ്യപിച്ച് വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലും അമ്മയ്ക്ക് അച്ഛനെ തള്ളി പറയാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ എല്ലാ മദ്യപാനികളും ഇങ്ങനെയല്ല. വീട്ടുകാരുടെ ജീവിതം നിത്യ ദുരിതമാക്കി മാറ്റുന്ന, ആരോട് ഇറ്റ് സ്നേഹവും കാണിക്കാതെ മദ്യപിച്ച് അലമുണ്ടാക്കി നടക്കുന്ന മുഴു കുടിയന്മാരാണ് നമുക്കിടയിൽ കൂടുതലും ഉള്ളത് എന്ന് പറയേണ്ടി വരും. എന്നിട്ട് കുടിച്ച് ആരോഗ്യം നശിച്ചു കഴിഞ്ഞാണെങ്കിൽ നോക്കാനുണ്ടാവുക ഇവർ ഇത്രയും കാലം ഉപദ്രവിച്ചത് തന്നെയായിരിക്കും. ഒരു നിത്യ മദ്യപാനിയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാണെങ്കിൽ അത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ബാക്കി നോക്കാം. വെള്ളം അടിച്ചിട്ട് കിഡ്നിയിൽ വെള്ളം കെട്ടുക, ലിവറിൽ വെള്ളം കെട്ടി. ലിവർ സിറോസിസ് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 8 years ആവും തുടങ്ങിയിട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച ലിവർ സിറോസിസ് ഒക്കെ വന്നില്ല, പിന്നെ കുടി നിർത്തും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. അല്ല, ലാസ്റ്റ് ഡോക്ടർ പോയ സമയത്തും പറഞ്ഞു കുടിക്കരുത് അങ്ങനെയൊക്കെ സംഭവം. എന്നാലും കേൾക്കത്തില്ല. ഏറ്റവും അതായത് ഭയങ്കര ഇതായിട്ട് വന്നത്, സീവിയർ ആയിട്ട് വന്നത് ഒരു 1 year മുന്നേ ഒരു സർജറി ഉണ്ടായിരുന്നു. ആ സമയത്ത് കുടിച്ചിട്ട് ഹെർണിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്യാനൊക്കെ പാടാ, അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഹെർണിയുടെ സർജറി ആയിരുന്നത്. അപ്പൊ അത് തന്നെ ഭയങ്കര ക്രിട്ടിക്കൽ ആയിരുന്നു. അപ്പം നമ്മൾ ഫോം ഒക്കെ ഇട്ട് സൈനിട്ട് വാങ്ങിയിട്ടൊക്കെയാണ് സർജറി ചെയ്തത്. അപ്പം ഭാഗ്യം പോലെ അതിന് റിക്കവർ ആയിട്ട് നല്ല ബെറ്റർ ആയി. എന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് ഒക്കെ ഫുഡ് കറക്റ്റ് ആയിട്ട് അമ്മ കൊടുക്കും, അമ്മ അതുപോലെ കെയർ ചെയ്യുമായിരുന്നു. അപ്പം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഒരു 2023 നല്ല ആക്റ്റീവ് ആയിരുന്നു, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മളിലുള്ള ഫോട്ടോസ് ഒക്കെ ആയാലും അപ്പൊ 23 ഫോട്ടോസ് ആണ്. അതുപോലെ ഭയങ്കര സ്നേഹവും കാര്യമൊക്കെ ആയിരുന്നു. നമ്മളെ കല്യാണത്തിന് പോലും ഇവളുടെ അച്ഛനെ കൊണ്ടുവന്നിട്ടില്ല, കാരണം ഡി അഡിക്ഷൻ സെന്ററിൽ ഇറക്കി ഒരു 3-4 വട്ടം നമ്മള് ഇറക്കി കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇറക്കുകയും ചെയ്തു. പക്ഷെ പിന്നെയും അപ്പൊ കുടിച്ചിട്ട് ഭയങ്കര പ്രശ്നവും എന്നുവെച്ചാൽ അതായത് നോർമൽ അല്ല. അപ്പൊ പിന്നെ നമുക്ക് അത്ര ഒരു ഇതായി പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറക്കി. പിന്നെ ആയപ്പോഴത്തേക്കും അപ്പൊ കുടിയൊക്കെ നിർത്തി. ഓൾമോസ്റ്റ് കുറെ മാസം കുടിച്ചില്ല. ഭയങ്കര കാര്യമായിരുന്നു. കുടിക്കാതിരിക്കുമ്പം ഇതുപോലെ നല്ലൊരു മനുഷ്യ വേറെ ഇല്ല. അതാണ് സംഭവം. കാരണം നമുക്ക് അപ്പൊ നമ്മൾ വിചാരിക്കുകയോ ഇനിയിപ്പം എന്തായാലും വേറെ ഒന്നും ഉണ്ടാവത്തില്ല, കുടിക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പം അവിടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും. ഓക്കെ, കുടിക്കാതിരുന്ന് കഴിഞ്ഞാണെങ്കിൽ ഇത്രയും നല്ല മനുഷ്യൻ വേറെ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. കുടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഭൂലോക അലമ്പായിരിക്കും. പക്ഷെ കുടിക്കാതിരുന്ന് കഴിഞ്ഞാണെങ്കിൽ ഇത്രയും അടിപൊളി മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? കുടിക്കാതിരിക്കുന്ന സമയത്ത് എത്ര നല്ലവനായാലും കുടിച്ച് അലമ്പുണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ തീർന്നില്ലേ? കുടിച്ചു വന്ന് കച്ചറുണ്ടാക്കുന്ന ആൾ എന്ന രീതിയിൽ അയാൾ വീണ്ടും അറിയപ്പെടുകയുള്ളൂ. ആളുകൾ അങ്ങനെ അയാളെ നോക്കി കാണുകയുള്ളൂ. കാരണം അയാൾ കാണിക്കുന്ന സ്നേഹത്തെക്കാളും ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് അയാൾ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ്. തമാശക്ക് കുടിച്ചു തുടങ്ങി പിന്നീട് മുഴു കുടിയന്മാരായിട്ടുള്ള എത്രയോ പേരുണ്ട്. ഞാൻ ഒരിക്കലും അഡിക്റ്റ് ആവില്ല എന്ന കോൺഫിഡന്റോടെ കുടി തുടങ്ങുന്നവരാണ് പലരും. മിക്കവാറും കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും ആദ്യം വെള്ളമടി തുടങ്ങുന്നത്. പിന്നെ പതുക്കെ കൂട്ടുകാരെ വേണമെന്നുണ്ടാകില്ല, സ്വന്തമായി വാങ്ങി ഒറ്റയ്ക്ക് അടിച്ചു തുടങ്ങും. പിന്നെ മദ്യമില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഇവിടെ മേഘന്റെ അച്ഛന്റെ കാര്യം തന്നെ എടുത്തു നോക്കി. ഒരുപാട് തവണ നിർത്താൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. സ്വന്തം മകളുടെ കല്യാണത്തിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനിയൊരു മദ്യപാനിയുടെ മകൾ എന്ന നിലയ്ക്ക് സമൂഹത്തിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന അവഗണനകളെ കുറിച്ചും മേഘ പറയുന്നുണ്ട്. അതും കൂടി കേട്ട് നിർത്താം. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. വലുതായിട്ട് ആർക്കും വില കാണത്തില്ല. കാരണം ഓൾറെഡി കുടിയന്മാരെ വിലയില്ല. അത് ഓക്കെ, അവരുടെ ഫാമിലി ആൾക്കാരെ ആയാലും വിലയില്ല. ഇപ്പൊ പണ്ട് നമ്മുടെ ബന്ധുക്കളുടെ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തന്നെ അവർക്കൊരു നാണക്കേടാണ്. കാരണം ഒരു കുടിക്കുന്ന ആളുടെ ഒരു മോളാണ്, മനസ്സിലായില്ലേ? കുടിക്കുന്ന ആരുടെ മോള്, കുടിക്കുന്ന ആരുടെ ഭാര്യ. അപ്പം അവർക്ക് പ്രത്യേകിച്ച് ഒരു നാണക്കേടാണ് അവർക്ക് പറഞ്ഞു ഇതാക്കി കൊടുക്കുക. ഇപ്പൊ ഒരുപാട് പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. നാണക്കേടാണ്. അപ്പൊ സൊസൈറ്റി അങ്ങനെയാണ്. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു കോൺഫിഡൻസ് കാണൂലേ. ഇപ്പൊ നമ്മളൊരു പുറത്ത് ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, എന്നുവെച്ചാൽ നമ്മളൊന്ന് ഒരുങ്ങി പോകുമ്പോ തന്നെ നമ്മൾ വിചാരിക്കും നമ്മളെ എത്ര ഇതാക്കിയാലും ആൾക്കാർ കുടിയന്റെ ഇതല്ലേ എന്ന് അവർ നമ്മൾ കാണുള്ളൂ. അപ്പൊ നമ്മുടെ കോൺഫിഡൻസിനകത്ത് പറഞ്ഞാൽ അവിടെ പോവും. കുടിയന്റെ ഇതല്ലേ. കാരണം അപ്പൊ കുടിക്കാതെ ഇരിക്കുന്ന സമയത്തായാലും ആൾക്കാർ അത് കുത്തി നീ കുടി നിർത്തിയ കുടി മറ്റേ കുടിയല്ലേ, കുടിയ മക്കളല്ലേ, അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പം
ഈ പറയണവർക്ക് അവിടെ കിടക്ക് പറഞ്ഞാൽ മതി, മനസ്സിലായില്ല? നമ്മുടെ നാണൊക്കെ ഇപ്പോഴാണ്. അതെ, ഒരു കുടിയന്റെ മകൾ എന്ന നിലയ്ക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും അവഗണനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു മാഗിക്ക്. ഇത് മാഗിയുടെ മാത്രം അനുഭവമായിരിക്കില്ല, ഒരുപാട് പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ മദ്യം ഉൾപ്പെടെ ഏതൊരു ലഹരി ഉപയോഗിച്ചു തുടങ്ങുമ്പോഴും നന്നായി ചിന്തിക്കുക. തനിക്കൊരു കുടുംബവും കുട്ടികളും ഉണ്ട് എന്നും അവർ തന്നെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് എന്നും താൻ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഭാവി രൂപപ്പെടുക എന്നും മനസ്സിലാക്കുക. ക്ഷണ നേരത്തേക്കുള്ള സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രിയപ്പെട്ട കുറെ ആളുകളുടെ ജീവിതത്തെയാണ് നിങ്ങൾ ഇരുട്ടിലേക്ക് ആക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതുവരെയും ലഹരി ഉപയോഗിക്കാത്തവർ ദയവ് ചെയ്ത് ഭാവിയിൽ ലഹരിയുടെ ലോകത്തേക്ക് കടന്നു വരാതിരിക്കാൻ ശ്രമിക്കുക. ഉപയോഗിച്ച് തുടങ്ങിയവർ എങ്ങനെയെങ്കിലും അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. എളുപ്പമല്ല എന്നറിയാം, പക്ഷെ തീർച്ചയായും നിങ്ങളെ കൊണ്ട് സാധിക്കും. അത്രക്കും ആഗ്രഹവും പരിശ്രമവും ഉണ്ടാവണമെന്ന് മാത്രം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.